Hello everyone and welcome back to another class on financial statements of banking company. CAR, Capital Adequacy Ratio. As the name suggests, it is a ratio which represents whether every bank has adequate capital enough to meet its risk. അതായത് ഓരോ ബാങ്കും പ്രവർത്തിക്കുന്ന അവരുടെ ബിസിനസ് എന്താണ്, കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങുന്നു, അത് പല ആൾക്കാർ ആവശ്യമുള്ളവർക്ക് ലോൺ ആയിട്ടൊക്കെ കൊടുക്കുന്നു. അതാണ് മെയിൻ ബിസിനസ് അല്ലേ. അപ്പോൾ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും നമ്മൾ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും, അതായത് നമ്മൾ പലർക്കും ലോണായിട്ട് ബാങ്കുകാർ കൊടുക്കുമ്പോഴും ആ ലോണൊക്കെയാണ് പലപ്പോഴും ഈ ബാങ്കുകളുടെ അസറ്റ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഡെപ്പോസിറ്റ് ഇസ് എ ലയബിലിറ്റി ഫോർ ദ ബാങ്ക് ബിക്കോസ് ദ ബാങ്ക് ഹാസ് ടു റീപേ ദം. ആൻഡ് ബാങ്ക് കൊടുക്കുന്ന ലോണുകൾ ബാങ്കിന് തിരിച്ചു കിട്ടേണ്ടതാണ്. സോ ദാറ്റ് ഈവൻ ദോ ദ നെയിം ഇസ് ലോൺ, ഇറ്റ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് എൻ അസറ്റ്. സാധാരണ ഒരു ബിസിനസ് പോലെയല്ല ബാങ്കിന്റെ ബിസിനസ്, അവർ ഡീൽ ചെയ്യുന്നത് പൈസയിലാണ്. അപ്പോൾ ലോൺ ആണെങ്കിലും അത് ബാങ്കിന്റെ അസറ്റ് ആണ്. പക്ഷെ നമ്മളെപ്പോഴും ലോൺ എന്നുള്ളത് അസോസിയേറ്റ് ചെയ്യുന്ന ലയബിലിറ്റി ആണ്. ദാറ്റ് ഈസ് ബിക്കോസ് അവരുടെ ബിസിനസ് എപ്പോഴും ട്രേഡിംഗ്, മാനുഫാക്ചറിങ് അല്ലെ സർവീസ് റെൻഡറിങ് റിലേറ്റഡ് ആണ്. ബാങ്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് മണി ആസ് എ പ്രോഡക്റ്റ്. സോ കൊടുക്കുന്ന ലോണുകളൊക്കെ ആയിരിക്കും ഈ ബാങ്കിന്റെ അസറ്റ്. പക്ഷേ കൊടുക്കുന്ന എല്ലാ ലോണുകളും തിരിച്ച് EMI ആയിട്ടോ കറക്റ്റ് ആയിട്ടോ ബാങ്കിന് കിട്ടണമെന്നുണ്ടോ? നിർബന്ധമില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ അസറ്റുകളൊക്കെ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ കൊടുക്കുന്ന പല ആൾക്കാരുടെ കയ്യിൽ നിന്നും മുഴുവനായിട്ടും കിട്ടാൻ സാധ്യതയില്ല. Which means there is a risk associated with many of the assets of a bank. So what are we trying to find out in this ratio is that our banking ulla capital contribution, whether it is adequate enough to cover all the risks that are associated with the assets of this bank. അപ്പോൾ ഒരു ബാങ്കിന് ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് കുറെ കാണും അല്ലേ, അസറ്റ്സ് 1 2 3. റൈറ്റ് നൗ അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഫോർമാറ്റിലേക്കൊന്നും കടക്കാത്തതാണ് ഞാൻ വെറുതെ പറയുന്നുള്ളൂ. എനിവേ, ലോൺ ആണ് ബാങ്കിന്റെ ഒരു അസറ്റ് എന്ന് പറഞ്ഞു. ബാങ്ക് പലർക്കും കൊടുക്കുന്ന ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ, കാർ ലോൺ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും വേണം, എഡ്യൂക്കേഷണൽ ലോൺ, ഓൾ സച്ച് ലോണിന് ഞാനൊരു കാറ്റഗറി. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു പലയിടത്ത് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നിരിക്കാം, ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നിരിക്കാം, ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യും, അങ്ങനെ പല അസറ്റുകൾ കാണും. പിന്നെ ബാലൻസ് ഷീറ്റിൽ ബാങ്കിനാണെങ്കിലും കുറെ ക്യാപിറ്റൽ കാണും, കുറെ ലയബിലിറ്റി കാണും. ലയബിലിറ്റിക്കുള്ളിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ച ആ ടോപ്പിക്കിൽ പറഞ്ഞ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. ആൻഡ് ദെൻ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ വന്ന ക്യാപിറ്റലും കാണും, ജസ്റ്റ് ലൈക്ക് എ നോർമൽ കമ്പനി അല്ലേ. അപ്പൊ ഇതാണ് ഒരു ബാങ്കിന്റെയും ബാലൻസ് ഷീറ്റിന്റെ പൊസിഷൻ അല്ലെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഷ്യോയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ബാങ്കിന്റെ കയ്യിലുള്ള ഈ ക്യാപിറ്റൽ, whether it is adequate enough when you compare all these assets, as these assets are prone to risk അല്ലെ. കുറെ അസറ്റ്സുകൾക്ക് റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോൺ എല്ലാം കൊടുത്തത് തിരിച്ചു കിട്ടണമെന്നില്ല. ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും കമ്പനിയുടെ ഷെയറിലാണെന്ന് വെക്കുക. ഈ ഷെയർസ് മാർക്കറ്റിൽ ഭയങ്കര നല്ല ഗ്രോത്ത് ഉള്ളപ്പോൾ ഗ്രോത്ത് കണ്ടിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യമാണ്, എപ്പോൾ വേണേലും ഇടിയാം അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റും റിസ്കിയാണ്, ഒരു റിസ്ക് പോർഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ അസറ്റ്സിനും കുറേശ്ശെങ്കിലും റിസ്ക് കാണും. ആ റിസ്ക് ഒക്കെ കവർ ചെയ്യാനുള്ള ആഡിക്വസി അല്ലെങ്കിൽ ആഡിക്വേറ്റ് കപ്പാസിറ്റി ഈ ക്യാപിറ്റലിനുണ്ടോ എന്നാണ് CAR പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇൻ ദിസ് തിയറി. ഇനി കറണ്ട് റേറ്റ് 9% ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലും 9% തന്നെയായിരിക്കും. ഐ തിങ്ക് കറന്റ്ലി മാർക്കറ്റിൽ റേറ്റ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബട്ട് എനിവേ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ യു സ്റ്റിൽ ഹാവ് ടു വർക്ക് ഔട്ട് ഓൺലി 9%. Even in your latest RTP, there is no correction given. So we will take up 9% as it is. If ഏതെങ്കിലും അമെൻഡ്മെന്റ് വരികയാണ്, നമ്മളുടെ എക്സാമിന് ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ റേറ്റ് പറഞ്ഞോളാം, if it is there. But right now, CAR should be maintained at 9% ആണ് RBI പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന റേറ്റ്. ഇനി എന്താണ് CAR അല്ലെ, എങ്ങനെയാണ് ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. CAR is nothing but capital funds whole divided by risk weighted assets. അതായത് നമ്മൾ ഓരോ അസറ്റിനും കുറെ റിസ്ക് കാണും എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആ റിസ്കിന്റെ വെയിറ്റേജ് കൊടുത്തിട്ട് അസറ്റിനെ നമ്മളൊന്ന് റീകമ്പ്യൂട്ട് ചെയ്യും. ആ എമൗണ്ട് പ്ലസ് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം. Now this risk weighted assets ഉം ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റവും ഡിനോമിനേറ്റർ ആണ്, ക്യാപിറ്റൽ ഫണ്ട്സ് ന്യൂമറേറ്റർ ആണ്, ഇൻടു
പെർസെൻറ്റേജിലാണ് നമ്മൾക്ക് റേഷ്യോ ഈ CAR തന്നിരിക്കുന്നത്. സോ ഇൻടു 100 ചെയ്താലാണ് നമുക്ക് പെർസെൻറ്റേജ് വരുന്നത്. സോ ദിസ് ഇസ് ദ formula. Now wherein we will have to assign definition of meaning to these words. ഈ വേർഡ് ക്യാപിറ്റൽ ഫണ്ട് ആണെങ്കിലും എന്തൊക്കെയാണ് ക്യാപിറ്റൽ ഫണ്ടിനുള്ളിൽ വരുന്നത്, എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്, എങ്ങനെയാണ് അത് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ക്യാപിറ്റൽ ഫണ്ട്സ് എന്ന് വെച്ചാൽ രണ്ട് type of capital combination ആണ്, which is tier 1 capital and tier 2 capital. Tier 1 capital explanation ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. This is nothing but mostly equity funds. Mostly equity funds or equity related, and tier 2 will be mostly debt funds. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പോകാം. ഈ ഒരു CAR റേഷ്യോയിൽ നിങ്ങൾ ഈ ഫോർമുല നല്ലതുപോലെ പഠിക്കുക. ഫോർമുലയ്ക്കുള്ളിൽ വരുന്ന ഓരോ ടോപ്പിക്കിൻ്റെയും എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് വാട്ട് എവർ ഗെറ്റ്സ് ക്യാരിഡ് ഓവർ ഇൻ ഈച്ച് സെഗ്മെന്റ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞാൽ യു വിൽ ബി ജനറലി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി CAR. പക്ഷേ വളരെ റെയർ ആയിട്ട് വേറെ ചില ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. വേറെ യു ആർ ജസ്റ്റ് ആസ്ക്ഡ് ടു പ്രിപ്പയർ ദിസ് ക്യാപിറ്റൽ ഫണ്ട്സ് മാത്രം എത്രയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ വളരെ ചെറിയ ചോദ്യമായിട്ടും വന്നിരിക്കാം. തിയറിറ്റിക്കലി ഇത്രയുമാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പെർസെൻറ്റേജ് എത്ര ആയിരിക്കണം, 9%. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഉണ്ട്. ഇഫ് ഫോർ സം ക്വസ്റ്റ്യൻ വെൻ യു ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് ഇറ്റ് ഈസ് അബവ് 9%, ദെൻ യു ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് ആ ബാങ്കിൻ്റെ ക്യാപിറ്റൽ ആഡിക്വേറ്റ് ആണ്. 9% മിനിമം വേണം. അതിൽ കൂടുതലാണെങ്കിൽ ആഡിക്വേറ്റ് ക്യാപിറ്റൽ ഉണ്ട് റിസ്ക് കവർ ചെയ്യാൻ. ഇനി 9% താഴെയാണെങ്കിലോ ആഡിക്വേറ്റ് ക്യാപിറ്റൽ ഇല്ല റിസ്ക് കവർ ചെയ്യാൻ. Therefore you can give a comment as to bank has to increase their capital to reach CAR of 9%. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ടയർ 1 മോസ്റ്റ്ലി ഈക്വിറ്റി ഫണ്ട്സ് ആണ്. സോ അതിനെയാണ് കോർ ക്യാപിറ്റൽ എന്നും പറയുന്നത്. ഇതാണ് ലോസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കവർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വരും? ടയർ 1 ഇക്വിറ്റി ഫണ്ട്സ് ആയതാണ് നമുക്കറിയാം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരും. ഇക്വിറ്റി paid up capital, issued and subscribed, what has actually been received from shareholders. Free reserves, eligible preference and debenture instruments inathu non cumulative aayittulla preference and debenture instruments varunnuണ്ട്. Eligible debenture instruments which can be converted. Capital reserves from sale of asset, ഏതെങ്കിലും അസറ്റ് വിറ്റ് അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോഫിറ്റ് P&Lലേക്ക് പോകും. P&Lൽ നിന്ന് അൾട്ടിമേറ്റ്ലി ക്യാപിറ്റൽ റിസർവിലേക്ക് പോകണം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ക്യാപിറ്റൽ റിസർവിലേക്ക് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. ഇനി ഒരു അസറ്റ് വിറ്റാൽ ലോസ് ആണെങ്കിലോ ദാറ്റ് വിൽ ഗോ ടു P&L ആസ് എ ലോസ് ഫിഗർ. പ്രോഫിറ്റ് ആണെങ്കിൽ P&L വഴി റൂട്ട് ചെയ്താലും അൾട്ടിമേറ്റ്ലി ക്യാപിറ്റൽ റിസർവിലേക്ക് എത്തണം. അപ്പോൾ ഈ 4 കോമ്പണൻസ് ആണ് ടയർ 1ന്റെ കോർ ക്യാപിറ്റലിൽ വരേണ്ടത്. അപ്പോൾ ഇത്രയും കോമ്പണൻസിന്റെ ടോട്ടൽ. From that you have to reduce any intangible asset, accumulated losses and deferred tax. Yeah, so idu onnu padichu vekka. Then we can work. Tier 2, as we said, it is mostly debt funds. Debt funds nu vechal namalku athrayum readily available alla losses onnum cover cheyan palappozhum nammal free use nu vendi edukkan pattunna karyangalalla. Adokkeyanu tier 2 il varunnu. സോ അതിൽ ആദ്യമേ അൺഡിസ്ക്ലോസ്ഡ് റിസർവ്സ്. അത് ടയർ 1ൽ ഫ്രീ റിസർവ്സ് നമ്മൾ പറഞ്ഞു, ജനറൽ റിസർവ് അല്ലെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസർവ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നതൊക്കെ ടയർ 1ൽ പോകും. പക്ഷേ അൺഡിസ്ക്ലോസ്ഡ് റിസർവ് വിച്ച് ഇസ് നോട്ട് ഫ്രീ എന്ന് തോന്നുന്നത് വിൽ കം അണ്ടർ ടയർ 2. റീവാലുവേഷൻ റിസർവ്, അതായത് ഒരു അസറ്റ് ഫിക്സഡ് അസറ്റ് നിങ്ങൾ റീവാല്യൂ ചെയ്യുമ്പോൾ ഒരു ഗെയിൻ വന്നു കഴിഞ്ഞാൽ ആ ഗെയിൻ നമ്മൾ എങ്ങോട്ടേക്ക് കാണിക്കും? റീവാലുവേഷൻ റിസർവിലേക്ക് കാണിക്കും. ആ റീവാലുവേഷൻ റിസർവ് will be part of tier 2 capital. but എത്രയാണോ റീവാലുവേഷൻ റിസർവ് അത് മുഴുവൻ എടുക്കില്ല, അതിനെ 55% നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. അതായത് യു ക്യാൻ ഷോ ഓൺലി എ 45% of revaluation reserve for the purpose of tier 2 capital for CAR computation. റീവാലുവേഷൻ റിസർവ് 100 രൂപയായിരിക്കും ബാലൻസ് ഷീറ്റിൽ ശരിക്കും ഉണ്ടാവുക. പക്ഷേ CAR ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കണ്ടുപിടിക്കാൻ ടയർ 2ന്റെ ഉള്ളിൽ എടുക്കുമ്പോൾ ആ റീവാലുവേഷൻ റിസർവ് 100നെ 55% വെച്ച് ഡിസ്കൗണ്ട് ചെയ്യണം. എന്നിട്ട് ബാക്കി 45 rupees മാത്രമായിരിക്കണം ടയർ 2ന്റെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത്.
The third is general provisions. എന്തെങ്കിലും general provisions ഉണ്ടെങ്കിൽ included to the extent of maximum 1.25% of risk weighted assets. Risk weighted assets എന്താണ് നമ്മൾ വഴിയെ പഠിക്കും. Hybrid debt capital instruments which has combination of features of both debt or an equity component. അങ്ങനെ hybrid ആയിട്ടുള്ളത്. Subordinate debt അതെന്താണ് നമുക്ക് അത് കഴിഞ്ഞ് വായിക്കാം. Subordinate debt maximum of 50% of Tier 1 capital. So ചിലതിനൊക്കെ restrictions പറയുന്നുണ്ട്. ആ restrictions നല്ലപോലെ ഓർത്തിരിക്കും. Now what is subordinate debt? Instruments with an initial maturity of less than 5 years or a remaining maturity of 1 year should not be included as part of Tier 1 capital. അപ്പോൾ 5 വർഷത്തിന് താഴെ ഡ്യൂ ആകുന്ന ഡെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ലൈബിലിറ്റി ആയിരുന്നു 5 വർഷത്തിന് മേലെ ആയിട്ടുള്ളത്, ഇനി തീരാൻ 1 വർഷം കൂടെ ബാക്കിയുള്ളൂ നമ്മൾ പേ ഓഫ് ചെയ്യാൻ, അങ്ങനെയുള്ളതാണെങ്കിലും ആ ഡെറ്റ് പോർഷൻ ഒന്നും ഈ ഡെറ്റ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട. ബാക്കി എല്ലാ ഡെറ്റ്സും ഇങ്ങോട്ടേക്ക് എടുത്തോളൂ. ഇനി എടുക്കുമ്പോൾ ഈ എക്സ്ക്ലൂഷൻസ് മാത്രം പോരാ, ഈ എക്സ്ക്ലൂഷൻ കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ഫിഗർ കിട്ടുമല്ലോ, വിച്ച് വി ക്യാൻ സേ ലെറ്റ് us take it as 1000 rupees. 1000 rupees മുഴുവനായിട്ടും അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. 1000 rupeesനെയും ഒരു സൈഡിൽ വെച്ച് യു വിൽ ഹാവ് ടു കമ്പയർ വിത്ത് Tier 1 ക്യാപിറ്റലിന്റെ ടോട്ടൽ. Tier 1 ക്യാപിറ്റലിന്റെ ടോട്ടൽ assume it is 500. Then we can say that even though subordinate debt is 1000 rupees, you can take only a maximum of 50% of Tier 1 capital for the purpose of CAR computation. അതായത് 250 രൂപയെ നമ്മൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. 1000 or 50% of Tier 1 capital, whichever is lower. മാക്സിമം അത്രയും വരെ എന്നാണ് പറഞ്ഞത്. സോ അതിൽ കൂടാൻ പാടില്ല. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ്. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് ഇപ്പോൾ നിങ്ങൾ ആ വേർഡ് ഒന്ന് പഠിച്ചാൽ മതി. ഇതെന്താണെന്നുള്ളത് തൊട്ടടുത്ത ടോപ്പിക് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നതാണ്. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡസ് ഇറ്റ് കംപ്രൈസ് ഓഫ്, വൈ ഡസ് ഇറ്റ് അറൈസ്. So that also maximum 1.25% of total risk weighted assets ആണ് എടുക്കുന്നത്. അപ്പോൾ 4 പോയിന്റ്സിനാണ് നമ്മൾക്ക് ഈ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുള്ളത്. റീവാലുവേഷൻ റിസർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു കോമ്പണൻ്റ് ആയിട്ട് വരുന്നതാണ്. അത് എപ്പോഴും ഓർക്കുക. ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് 55%. അപ്പോൾ ശരിക്കും ടയർ 2ന്റെ ഭാഗമായിട്ട് എടുക്കേണ്ട പെർസെൻറ്റേജ് ഇസ് ഓൺലി 45%. ഇനി സബോർഡിനേറ്റ് ഡെറ്റ്, അതായത് 5 വർഷത്തിന് താഴെ മെച്യൂരിറ്റി ഇല്ലാത്തതും 1 വർഷം കൊണ്ട് മെച്യൂരിറ്റി തീരാൻ പോകുന്നതും ഒഴികെയുള്ള ബാക്കി ഡെറ്റ് എല്ലാം എടുക്കണം. അത് എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ മാക്സിമം Tier 1 ക്യാപിറ്റലിൻ്റെ 50% ആവാൻ പാടുള്ളൂ. പിന്നെയുള്ളത് ജനറൽ പ്രൊവിഷനും ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് അല്ലെങ്കിൽ IFRO ആണ്, which we can take a maximum of only 1.25% of risk weighted assets. റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് എന്താണ് നമ്മൾ പഠിക്കും. ആ ഒരു എമൗണ്ടിന്റെ ഒരു 1.25% മാക്സിമം ആവാൻ പാടുള്ളൂ. Now these 2 things you will have to by heart or try to memorize. That is only way you can work out these problems. ഇനി എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ബാങ്കിന് പല അസറ്റും കാണും. ആ പല അസറ്റ്സിനും പല റിസ്ക് ഫാക്ടർ കാണും. അത് റിസ്ക് എന്ന് വെച്ചാൽ അത് കുറയാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫുള്ളി എറോഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. 1 രൂപ പോലും തിരിച്ചിട്ടാൽ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയൊക്കെയാണ് റിസ്ക് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഓരോ അസറ്റിനും റിസ്ക് പ്രോൺ ആയിട്ടുള്ളത് ഓരോ ലെവലിലായിരിക്കും. ചിലത് ഭയങ്കര ഹൈ റിസ്ക് ആയിരിക്കും, ചിലത് ഒട്ടും റിസ്ക് കാണില്ല. എക്സാമ്പിൾ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റിയിലാണെങ്കിൽ റിസ്ക് ഒട്ടും തന്നെ ഇല്ല, അത്യാവശ്യം സേഫ് ആണ്. എപ്പോൾ ചെന്നാലും നമ്മൾക്കതിനെ എൻക്യാഷ് ചെയ്യും. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ഷെയറിലാണെന്ന് വെക്കാം. ഇന്ന് അതിന് 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ക്രാഷ് ഒക്കെ ക്രാഷ് എന്ന് പറയാൻ പറ്റില്ല, കുറെ പോയിന്റ്സ് താഴോട്ടൊക്കെ പോയതാണ്. അങ്ങനെ മാർക്കറ്റിൽ ഒരു കഴിഞ്ഞ 2 ആഴ്ച നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കമ്പനികളുടെ ഷെയറും പ്രൈസ് താഴെ പോയി. അതായത് 1.5 ലക്ഷമാണ് നമ്മൾ വാങ്ങിച്ചപ്പോൾ കൊടുത്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മെനി കെയിം ഡൗൺ ടു even 1000 rupees or 2000. I can give you one example. ഒരു ഷെയർ ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് somewhere around 1400 ആയിരുന്നു 3 weeks back. Last week it came down to 200 ഒരു യൂണിറ്റിന്. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊരു 100-150 യൂണിറ്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്താണ് 1.5 ലക്ഷം എത്തിച്ചെങ്കിൽ അത് പെട്ടെന്ന് 200 രൂപയിലേക്ക് കുറഞ്ഞു. അതായത് ഒരു 1200 ഒരു സിംഗിൾ ഷെയറിൽ കുറഞ്ഞു പോകും.
അതായത് റിസ്ക് വളരെ കൂടുതലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് വോളറ്റൈൽ ആയത് കാരണം എപ്പോൾ വേണമെങ്കിലും ഇൻക്രീസും അതേപോലെ കിട്ടും, ഡിക്രീസും അങ്ങനെ തന്നെ സംഭവിക്കാം അല്ലേ. അപ്പോൾ ഓരോ അസറ്റിനും ഓരോ റിസ്ക് ഫാക്ടറാണുള്ളത്. ആ റിസ്ക് ഫാക്ടറുമായിട്ട് ഓരോ അസറ്റ് വാല്യൂവിനെ കമ്പയർ ചെയ്ത് ആ ഒരു ബേസിസിൽ ഓരോ അസറ്റിനെയും റീവാല്യൂ ചെയ്യുന്നതിനെയാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. And how do you compute it? The asset value into percentage of risk associated with that particular asset. Yeah. ഇനി ഓരോ അസറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ അസറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ് പഠിക്കുമ്പോൾ ഈ കോമ്പണൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. സോ ഡോണ്ട് വറി ഇഫ് ഇറ്റ് ഇസ് ന്യൂ ടു യു. വി വിൽ അഗൈൻ ടോക്ക് അബൌട്ട് ഇറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് അതിവിടെ പറയുന്നതേ ഉള്ളൂ. സോ ക്യാഷ്, ഒരു അസറ്റ് ക്യാഷ് ബാലൻസ് വിത്ത് RBI, ക്യാഷും കാണും. RBIയിൽ ബാലൻസ് ആയിട്ട് നമ്മൾ CRR മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ, കറണ്ട് അക്കൗണ്ട് ആയിട്ട്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതാണ്. അതിന് എത്ര ശതമാനമാണ് റിസ്ക് ഉള്ളത്? 1 രൂപ പോലും റിസ്ക് ഇല്ല. കാരണം ക്യാഷ് ആണ്. ക്യാഷ് 1000 രൂപ ക്യാഷായിട്ട് ഇന്നിരിപ്പുണ്ടെങ്കിൽ നാളെയും അത് ചിലവാക്കിയില്ല 1000 രൂപയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സോ നോ റിസ്ക്. RBIയുടെ കയ്യിൽ ഇരിക്കുന്ന പൈസയും റിസ്ക് ഒന്നുമില്ല. സോ therefore 0%. ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കാണാൻ പഠിക്കണം. അത് എളുപ്പമായിട്ട് പറഞ്ഞുതരാം. ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI നിങ്ങൾക്കറിയാം, റിസ്ക് ഒന്നുമില്ല, അത് നശിച്ചു പോകാനുള്ള ചാൻസ് കുറവാണ്. അടുത്തത് ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്ത അസറ്റ്സ് ആണ് നമ്മൾക്കുള്ളത്. അവിടെയും റിസ്ക് ഇല്ല, ഫുള്ള് നമ്മൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ നോ റിസ്ക്, 0%. മറ്റു ബാങ്കുകളിൽ നമ്മൾ ചിലപ്പോൾ പൈസ ഇട്ടെന്നിരിക്കാം. ഇപ്പോൾ ICICI കൊണ്ട് ചിലപ്പോൾ HDFCയിൽ കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്തെന്നിരിക്കാം. അങ്ങനെ മറ്റ് ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷേ ആ ബാങ്ക് എങ്ങാനും ഇച്ചിരി ബിസിനസ് താന്നു പോയാൽ കുറച്ചെങ്കിലും നമ്മളുടെ അസറ്റ് ഇറോഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ therefore ബാലൻസ് വിത്ത് അതർ ബാങ്ക്സ് ഇസ് ആ ലോ റിസ്ക് പ്രൊഫൈൽ ഉള്ള ഒരു അസറ്റ് ആണെന്ന് പറയും. അതുകൊണ്ട് 20% റിസ്ക് എടുത്തേക്കുന്നത്. അതായത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 20 രൂപയോളം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത, ബാക്കി 80 രൂപ നമ്മൾ തിരിച്ചു കിട്ടും. ഇനി ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് സെക്ടറിലാണെങ്കിലോ, റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ റിസ്ക് ഇസ് 150%. ദാറ്റ് ഇസ് ഭയങ്കര ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, അല്ല അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 100 രൂപ ഇട്ടാലും 150 രൂപയുടെ റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 150% ബിക്കോസ് ഇറ്റ്സ് വെരി risky. Other assets including fixed assets 100%, off balance sheet items also 100%. Now why off balance sheet items? Balance sheet ഉള്ളിലാണല്ലോ അസറ്റ് ഒക്കെ വരുന്നത്. ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം എന്തിനാണ് എടുത്തിരിക്കുന്നത്? ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റമോ ഈ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയുടെ ഫോർമുലയ്ക്കുള്ളിൽ വരുന്നതായിരുന്നു. അതിനും നമ്മളൊരു റിസ്ക് അസൈൻ ചെയ്തിട്ടാണ്. സോ ഇൻ ദിസ് മാനർ the risk assigned to each asset gets multiplied with the asset value and then you arrive at the risk weighted assets. അതായിരിക്കും നമ്മൾ denominator എടുത്തിട്ട് we will be arriving at the CAR. Now risk ഓർത്തിരിക്കാൻ, asset റിയൽ എസ്റ്റേറ്റ് സെക്ടർ ഹൈലി വോളറ്റൈൽ ആയത് കാരണം 150%. ഗവൺമെന്റ് വരുന്നതും ക്യാഷ് ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതും ബാങ്കേഴ്സിന്റെ ബാങ്കായ RBIയിലുള്ളതെല്ലാം റിസ്ക് ഒന്നുമില്ല, ഫുള്ളി തിരിച്ചു കിട്ടും. therefore 0%. ഇനി മറ്റു ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലും അധികം നശിക്കാൻ സാധ്യതയില്ല, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയില്ല, ചെറിയൊരു ലോ റിസ്ക് പ്രൊഫൈലേ ഉള്ളൂ. therefore 20%. ബാക്കിയെല്ലാം 100% കാറ്റഗറിയിൽ എടുത്ത് കൊടുക്കുക. So this is CAR. Now let us do a problem and try to work out this same. A commercial bank has question number 10. A commercial bank has the following capital funds and assets. Segregate the capital funds into Tier 1 and Tier 2. Find out risk weighted assets ratio and risk adjusted asset and risk weighted assets ratio. Capital asset ratio, capital adequacy ratio ക്ക് മറ്റൊരു പേരും കൂടെ പറയും capital to risk weighted assets ratio, CRAR. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, അങ്ങനെയും കൂടെ
തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. So let us work out this problem. So first let us write the formula for CAR computation question number 10. Capital adequacy ratio is equal to capital funds divided by risk weighted assets plus off balance sheet items into 100. And capital funds ആദ്യം വരുന്നത് ടയർ 1 ക്യാപിറ്റൽ ആദ്യമുള്ളത് പറഞ്ഞത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ പെയ്ഡ് അപ്പ് എന്ന് പറയുന്നില്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് 500 ഹെഡിങ്ങിൽ ക്രോസ് ഉണ്ട്. സോ അത് ഹെഡിങ്ങിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തന്നിരിക്കുന്ന എമൗണ്ട് അങ്ങനെ തന്നെ എടുത്തിരുന്നു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ forming part of tier 1 which is 270. പിന്നെ ക്യാപിറ്റൽ റിസർവ് സെയിൽ ഓഫ് അസറ്റിൽ നിന്നുള്ളതാണെങ്കിൽ ടയർ 1 എടുക്കാം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സോ ക്യാപിറ്റൽ റിസർവ് ഇവിടെ 78 crore തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ 16 crore റീവാലുവേഷൻ ബാലൻസ് മാത്രമേ സെയിൽ ഓഫ് അസറ്റ് ഉള്ളൂ. സോ therefore we can take only the remaining 16 റീവാലുവേഷൻ റിസർവ് ആണ്. റീവാലുവേഷൻ റിസർവ് നമ്മൾ ടയർ 2 ഭാഗമായിട്ടാണ് എടുക്കുന്നത്. സോ 78 minus 16 is 62 crore. ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഇല്ല, ആക്ച്വലി ലയബിലിറ്റി സൈഡിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ കോമ്പണൻസ് ആയിട്ട് നമുക്ക് ഇത്രയുമേ തന്നിട്ടുള്ളൂ. സോ ടയർ 1 ക്യാപിറ്റൽ നമ്മൾ എഴുതി കഴിഞ്ഞു, which is 500 plus 270 plus 62 770 832. The next is tier 2 capital. Tier 2 capital liabilities alle debt components varum, revaluation reserve, investment fluctuation reserve adokke varum ennaanu nammal parnjalle. Pakshe ivide revaluation reserve oru 16 crore namukku thannitullu. So that alone can be taken. Revaluation reserve 16 crore undu, pakshe revaluation reserve should be discounted at 55% എന്നാണ് പറഞ്ഞത്. So which means minus discount at 55%. So 16 crore in the 55% is 8.8 crore. So which means you can take as part of tier 2 only 7.2 crore. സോ ഇത് മാത്രമാണ് നമ്മൾക്ക് ടയർ 2 കോമ്പണന്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ റീവാലുവേഷൻ റിസർവ് മാത്രമല്ല. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. സോറി, ബിക്കോസ് ഐ ഹാവ് മിസ്ഡ് ഇറ്റ് ദേർ. ദിസ് സെന്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. സോറി. പല റെസ്ട്രിക്ഷൻസും ടയർ 2 കോമ്പണന്റിനുള്ളിൽ നമ്മൾ പറഞ്ഞു അല്ലേ. 50%, 1.25%, ഡിസ്കൗണ്ട് 55% എന്നൊക്കെയുള്ളത്. അതിനോടൊപ്പം വേറൊരു ബ്ലാങ്കറ്റ് റെസ്ട്രിക്ഷനും ഉണ്ട്, വിച്ച് ഈസ് ഓൺ ദ ടോട്ടൽ എമൗണ്ട് അണ്ടർ ടയർ 2 ക്യാപിറ്റൽ. ഈ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻക്ലൂഷൻസ് പ്രകാരവും നമ്മൾ ടയർ 2 ക്യാപിറ്റലിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. എന്നാൽ ആ എമൗണ്ട് കണ്ടുപിടിച്ചാലും ക്യാപിറ്റൽ ഫണ്ടിലേക്ക് CAR കമ്പ്യൂട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ എമൗണ്ട് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു ദ എമൗണ്ട് അണ്ടർ ടയർ 1 ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ടയർ 2 ഈ കോമ്പണൻസ് എല്ലാം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1000 കോടിയാണെന്ന് വെക്കുക. ആൻഡ് ടയർ 1 ഫുള്ളി ആഡ് ചെയ്ത് വന്നപ്പോൾ 900 crore ആണെന്ന് വെക്കുക. സോ വിച്ച് മീൻസ് ടയർ 2 എല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ 1000 crore ആണെങ്കിലും ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് എടുത്ത് CAR കമ്പ്യൂട്ടേഷനിലേക്ക് എടുക്കാൻ വേണ്ടി ടയർ 2 എമൗണ്ട് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു 100% ഓഫ് ടയർ 1. അതായത് 1000 കോടി ആണെങ്കിൽ കൂടി മാക്സിമം CAR എത്ര എടുക്കാൻ പറ്റുള്ളൂ ടയർ 2? 900 crore, which is tier 1. So restriction is to the amount under tier 1, that is 100% of tier 1 capital. Yeah, so that point I had missed. Please make sure you remember that very important point. So
So ഇവിടെ നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല. Total 832 crore ഉണ്ട്. Tier 1, Tier 2 is 7.2. Restriction ആണ് Tier 1 വരെ പാടുള്ളൂ. അത് കുറവാണെങ്കിൽ no problem. So രണ്ടും നമ്മൾക്ക് കിട്ടിയ സ്ഥിതിക്ക് let us find out the capital funds, which is Tier 1 capital plus Tier 2 capital. So Tier 1 was 832 and Tier 2 was 7.2 crore. So therefore 839.2 crore ആണ് capital fund. അതായത് നമ്മളുടെ ഫോർമുലയുടെ ന്യൂമറേറ്റർ. ഇനി നമ്മൾക്ക് ഡിനോമിനേറ്റർ വേണം, which is nothing but risk weighted assets. So next table is to find out that risk weighted assets. അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? You need to have 4 columns of whichever way is comfortable for you to present it. Particulars, amount, percentage of risk, and finally risk weight. So in the question like poi oro asset nammalku nokam, and percentage of risk you will have to recollect from what we have learned. Aditya asset is cash balance with RBI 10 crore. Cash balance with RBI eppozhum 0% risk aanu. So cash balance with RBI heading il enclose ediyanu, so that you don't have to repeat writing it. So 10 crore, percentage of risk എത്രയാണ്? 0%. So therefore risk weighted assets എത്രയാണ്? How much is it? So 10 into 0% is 0. The next one is balance with other banks. Balance with other banks in ചെറിയൊരു risk factor കാണും, ആ ബാങ്ക് നല്ലപോലെ ഫംഗ്ഷൻ ചെയ്യുന്നില്ലേ. So balance with other banks 18 crore amount, so let us write that, and risk was 20%. So which means 18 into 3.6 ആണ് risk weighted asset, which is balanced with other banks. The next was other investments. Other investments നമ്മൾ പഠിച്ച ഒരു കാറ്റഗറിയിലും വരുന്നതല്ല. സോ അത് ഞാൻ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെക്കണം. അടുത്തതിലേക്ക് നോക്കാം. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്യാരണ്ടീഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്തതോ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ് ഞാൻ പറഞ്ഞിരുന്നു, 0% ആണ് റിസ്ക്. സോ നെക്സ്റ്റ് ഇസ് ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് അസറ്റ്, 16.5% is the government guaranteed asset. 16.5 crore. Percentage of risk was 0, so therefore risk weighted asset 0. അടുത്ത ലോൺസ് ആൻഡ് അഡ്വാൻസസ് വിച്ച് ഇസ് നോട്ട് ഫോളോയിങ് അണ്ടർ ഗവൺമെന്റ്, അതേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ്. അതേഴ്സ് ആണെങ്കിൽ എപ്പോഴും എവിടെയായിരിക്കും നമ്മൾ വരുന്നത്? അതേഴ്സിനും സെപ്പറേറ്റ് ഒരു ബൈഫിക്കേഷൻ ഇല്ലായിരുന്നു റിസ്ക് പഠിച്ചപ്പോൾ. ഇറ്റ് ഈസ് ഓൺലി ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ 100%, റിയൽ എസ്റ്റേറ്റ് സെക്ടർ ആണെങ്കിൽ 150% എന്നാണ് നമ്മൾ പഠിച്ചതല്ലേ. സോ അതേഴ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒക്കെ എവിടെ വരും? അതർ അസറ്റ്സ് ഇൻക്ലൂഡിങ് ഫിക്സഡ് അസറ്റിന്റെ ഉള്ളിൽ വരും, അതായത് 100% risk. So with that you can also talk about other investments. അതൊരു കാറ്റഗറിയിലും വരുന്നില്ല നമ്മൾ പഠിച്ചതിനകത്തൊന്നും, അപ്പോൾ അത് അതർ അസറ്റ്സിന്റെ കാറ്റഗറിയിൽ വരും. സോ 36 crore and 5,675. Other investments, അത് other assets including fixed assets കാറ്റഗറിയിൽ വരും. Other assets 36 and 5,675. Percentage of risk was 100%, so risk weighted assets is 36. 3.6 another 3.60. Other finally loans and advances. Other assets including fixed asset category and 100% risk. So therefore 5,675. ഇനി അതിനോടൊപ്പം നമ്മൾക്ക്
അടുത്തത് ഏത് അസറ്റ് ആയിരുന്നു? പ്രിമൈസസ്. അപ്പോൾ വി ഹാവ് കവേർഡ് ഓൾ ദിസ്. So now we are left with, sorry, this one. Now we are left with premises, furnitures and fixtures, which is fixed asset. So 78 crore ആണ് fixed asset. നിങ്ങൾക്ക് fixed asset എന്ന് എഴുതുകയാണ് 78. So 78 ആണ് amount എങ്കിൽ 100% ആണ് fixed asset നുള്ളത്. So therefore 78 itself. And then do we have any other asset? Balance sheet ആണ് അത്രേ ഉള്ളൂ. ഓഫ് ബാലൻസ് ഷീറ്റ് ആയിട്ടും പിന്നെയും തരുന്നുണ്ട് അല്ലേ? So therefore റിസ്ക് വെയ്റ്റഡ് അസറ്റ്സും ഓഫ് ബാലൻസ് ഷീറ്റ് ആയിട്ടും സെപ്പറേറ്റ് ഫോർമുലയിൽ ആഡ് ചെയ്ത് കാണിക്കുന്നതും ഞാനും ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. സോ ടോട്ടൽ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് മാത്രം ബാലൻസ് ഷീറ്റ് ഐറ്റം ഇല്ലാതെ എത്രയാണെന്ന് നോക്കാം. 3.6 plus 36 which is 5792.6. and balance sheet item is off balance sheet item ഇതിന്റെ താഴെ തന്നെ നമുക്ക് എഴുതാം. Guarantees so that was guarantees and other obligations, acceptance endorsements 804,800. So that also 804,800 off balance sheet item 100% ആയിരുന്നു റിസ്ക് പറഞ്ഞിരുന്നത്. So therefore 804,800. So which means 5,600 off balance sheet items. Now we have almost all the amounts required for our formula. So therefore let us find out this CAR. So already formula എഴുതിക്കഴിഞ്ഞു. So capital fund നമ്മൾക്ക് കിട്ടിയിരുന്നു 839.2 crore whole divided by off balance sheet item risk weighted assets in sum. That was 5,792.6 and 5,600. 5,792.6 plus 5,000 into 100. So therefore $11,092. So we get a percentage of 7.37%. അതായത് capital adequacy ratio of the bank in question is only at 7.37%. So ഇത് കഴിഞ്ഞിട്ട് ഒരു sentence എഴുതുക. So based on the CAR, we arrive at the conclusion that the capital adequacy ratio is lower than the prescribed limit of 9%. Hence we recommend the bank to increase its capital contribution so that അതായത് ന്യൂമറേറ്റർ കൂട്ടിയാലാണ് ഇനി ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ആവുള്ളൂ അല്ലെ. ന്യൂമറേറ്ററിൽ എന്താണുള്ളത്? ക്യാപിറ്റൽ ഫണ്ട്സ്. അപ്പോൾ ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൂട്ടാൻ നമ്മൾ സജസ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈ പെർസെൻറ്റേജ് 7.37 നിന്ന് വേണ്ട 9%ലേക്ക് ഇൻക്രീസ് ആവാൻ. സോ അങ്ങനെ ഒരു കമൻറ്റ് എഴുതി നിങ്ങളുടെ ആൻസർ ക്ലോസ് ചെയ്യുക. Even though comment is not asked, ഈ ആൻസർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 9% ആണ് ലിമിറ്റ് വേണ്ടത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ വോയിസ് ഔട്ട് ചെയ്യുക. സോ ആ ഒരു സെൻറ്റൻസ് നിങ്ങളുടേതായ വാക്കുകളിൽ എഴുതിക്കൊള്ളുക. സോ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഇസ് കംപ്ലീറ്റ്. ഇനി ഇതേപോലെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ വർക്ക്ഔട്ട് ചെയ്യുക. വേറെ യു മൈറ്റ് ഹാവ് കുറച്ചും കൂടെ അസറ്റ് ആൻഡ് ലയബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കാണും. അപ്പോൾ ടയർ 1 ടയർ 2 കമ്പ്യൂട്ടേഷൻ ഒക്കെ ഇത് എളുപ്പമായിരിക്കും. So with that, capital adequacy ratio small topic is also complete. Till we meet again, stay safe and happy.